അത് കഴിഞ്ഞ് നമ്മൾ തീർത്ഥ കിണറുകളുടെ അടുത്തേക്കാണ്. 22 തീർത്ഥ കിണറുകളാണ്. അതിൽ നിന്നുള്ള തീർത്ഥം നമ്മളുടെ ദേഹത്തൂടെ ഒഴുകും. അത് ഇവിടെ വീഡിയോ എടുക്കാനൊന്നും അനുവാദം ഇല്ലായിരുന്നു കേട്ടോ, വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പോൾ ഞാനൊരു യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു 3-4 അവർ അനുവദിച്ചെന്ന് മാത്രം. കാരണം മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു 4 എടുത്തു. പിന്നെ അവസാനത്തെ 22ാമത്തെ തീർത്ഥവും. ഇങ്ങനെ ഓരോ തീർത്ഥവും നമ്മുടെ ദേഹത്തൂടെ ഈ തീർത്ഥ കിണറിൽ നിന്ന് ഒഴുകുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് ഈ തീർത്ഥം തലയിൽ വീഴുമ്പോൾ വല്ലാതെ അനുഭവപ്പെടും. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾ നിന്നുള്ളൊരു മോക്ഷമായിട്ടാണ് ഈ തീർത്ഥം നമ്മളിലേക്ക് നമ്മൾ ഒഴുക്കുന്നത്. 22 തീർത്ഥങ്ങളിലും ഓരോ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഓരോന്നും എന്തിനുള്ള മോക്ഷമാണെന്നും എന്തൊക്കെയാണ് ആ തീർത്ഥത്തിൻ്റെ ഇത് എന്ന് കണ്ടോ. ഇവിടെ കവച തീർത്ഥം എന്നുള്ളതൊക്കെ, ഓരോ തീർത്ഥത്തിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട്, ഓരോ ലക്ഷ്യമുണ്ട്. അതാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ഇതാണ് അവസാനത്തെ 22ാമത്തെ തീർത്ഥം കേട്ടോ, കോടി തീർത്ഥം. ഈ 22 തീർത്ഥങ്ങളിലും ഏറ്റവും സുപ്രധാനമായ തീർത്ഥമാണ് കോടി തീർത്ഥം. അപ്പോൾ ഈ തീർത്ഥം നമ്മളുടെ തലയിലേക്ക് ഒഴിച്ച് അവർ നമ്മൾക്കിത് പ്രസാദമായിട്ട് നമ്മളിത് കഴിക്കുകയും കൂടി ചെയ്യും. അവസാനത്തെ തീർത്ഥമാണ്. രാമേശ്വര കടൽ വലിയ വൃത്തിയൊന്നുമില്ല, നമുക്കറിയാലോ. ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് കവാടങ്ങൾ. സദ്ഗുരു സ്വാമി ശരവണാനന്ദ്ജി മഹാരാജ്, അങ്ങനെ കുറേ കവാടങ്ങളുണ്ട് കേട്ടോ. അതാ 1 2 3 4 കവാടങ്ങൾ അല്ലേ, 4 കവാടങ്ങൾ. അവിടെ നിന്ന് ആളുകളിങ്ങനെ പോയി കുളിച്ചൊക്കെ ഇറങ്ങി വരുന്ന ഡ്രസ്സ് മാറ്റാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ അമ്പലങ്ങൾ, നിറയെ പശുക്കളുണ്ട് കേട്ടോ, ഗോമാത. ആളുകൾ വർക്കിംഗ് ഡേ ആയാലും ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട്.
അപ്പോൾ മതി, എന്നെ കുത്തല്ലേ, എന്നെ കുത്തല്ലേ. അവന് മാത്രമില്ല. സ്വാമിമാരുടെ നല്ല തിരക്കാണ്. ശബരിമല സീസണായപ്പോഴേ സമയത്ത് ഇവിടെ ഒരു മഠമുണ്ട്. ഇതാ അമ്പലം കേട്ടോ. ഇതാണ് ക്ഷേത്രം. എടുത്തു മഠ സെയിന്റ് ശ്രീ ബജ്രംഗദാസ് ബാബ അന്നഛത്ര. ഇവിടെ അന്നദാനം കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ, അന്നഛത്ര. ഇതാണ് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ ഓം നമ ശിവായ ശിവ എന്നാണ് എഴുതിയിരിക്കുന്നത്. തമിഴിലാണ്. ശിവേട്ടൻ വായിച്ചു അല്ലേ? ശിവേട്ടൻ്റെ പേര് ശിവ എന്നല്ലേ? അപ്പോൾ ശിവഭഗവാന്റെ അടുത്തുനിന്ന് നിങ്ങളെന്നെ കൊണ്ടുപോകണല്ലേ? അതെ, അപ്പോൾ എല്ലാവരും കൊണ്ടുപോകണേ. ശിവൻ്റെ ദാസൻ വീഴല്ലേ? ഇതൊന്ന് ഇങ്ങനെ ഭഗവാന്റെ അമ്പലത്തിൻ്റെ അടുത്താണ് ഞാൻ. ശിവന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ഉണ്ടോ? രാമേശ്വരം ക്ഷേത്രമാണ് ശിവഭഗവാന്റെ. ഗംഭീരമായിട്ടുണ്ടല്ലേ? പിന്നെ ഇങ്ങനെ കുറേ പണി നടക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടേ നല്ല പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ല തിരക്കായി. ആൾക്കാർ ദർശനം, പോലീസുണ്ട്. നമുക്കുള്ളിലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫോണ് എന്തായാലും അകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. ഇതുണ്ടോ അകത്ത് ഇങ്ങനെയാണ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. തിരക്കാണ്. ഇതുണ്ടോ ഇങ്ങനെയൊക്കെ വരുന്നതാണ് കേട്ടോ. അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. വീഡിയോ റെസ്ട്രിക്റ്റഡ് ആണ്. സൗത്തിൽ നന്ദിയുടെ വലിയൊരു വിഗ്രഹമാണ് കേട്ടോ. ഇങ്ങനെ ഫുൾ ഇവിടെ ഷോപ്പിംഗാണ്. ഫുൾ ആൾക്കാരാണ് ഷോപ്പിംഗ്. ഇവിടെ ഇങ്ങനെയും ഈ ഭാഗം ഇങ്ങനെയും അതിൻ്റെ ഇവിടെയും കുറച്ച് ഷോപ്സ്. ഇവിടെ നോക്കൂ ഫുൾ കടകളാണ് രണ്ട് സൈഡ്. ഇത് പടിഞ്ഞാറേ ഭാഗമാണോ? ഇത് പടിഞ്ഞാറേ ഗോപുരം. അവിടെ നമുക്ക് വിളക്ക് വെച്ച് ഇങ്ങനെ കാണാം. കണ്ടോ ഭഗവാന്റെ ചെറിയ ഗോപുരം അല്ലേ? അത് ചെറിയ ഗോപുരം. വലിയ ഗോപുരം നമുക്ക് പുറത്താണ്. ഇവിടെ കണ്ടോ എന്തൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കണേ? കാണിച്ചു തരാം കേട്ടോ. ഷെൽസാണിതാ. പക്ഷേ ശംഖുകൾ, പലതരം ശംഖുകൾ ഇതൊക്കെ ഭയങ്കര ഗംഭീര ശംഖുകൾ. ഇത് என்னங்க இது சார்? சாலகிராம் நேபாளத்துல கண்டகி ரிவர்ல மகாலட்சுமிக்கா வீட்ல பூஜை. அப்படிங்களா? சாலகிராம். ഇവിടെ ഇങ്ങനെ മാലകൾ ഇതുണ്ടോ ഫുള്ള്. ഇത് തലയാട്ടി ബൊമ്മയുണ്ടല്ലോ. നല്ല രസമുണ്ട്. എவ்வளோ அந்த தலையாட்டி பொம்மை? 200 அது எப்போ ஆடிட்டே இருக்குமா? சன்லைட்டில், நம்ம டியூப் லைட்டில் வராது. ஆமாம். കണ്ടോ ശംഖ്, മാലകൾ. അത് ശിവലിംഗത്തിൻ്റെ നിറയെ ഉണ്ട്. നന്ദി എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ശിവൻ്റെ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ. അതാ ഇവിടെയും തലയാട്ടി ബൊമ്മ, ബുദ്ധൻ, സോലാറിൻ്റെയാണ് അത്ര. അത് ഇവിടെ കുറേ ഫോട്ടോസും കാര്യം. മാലകൾ കണ്ടോ? അറിയുന്നത് വെള്ളമാലകൾ, കുഴൽമാല. ഇത് പൂമാല അല്ല, ഇത് മാലയല്ലല്ലോ, ഇത് വേറെ തലയിലിടുന്ന സാധനം. ഓക്കെ. പിന്നെ ഇങ്ങനെ കുറച്ച് കടകളൊക്കെ അടച്ചിരിക്കണം. ഇവിടെ ഉണ്ട് കടകൾ. ഇതങ്ങനെ നല്ല കച്ചവടം. കുറച്ച് കടകൾ എന്താണെന്ന് അടച്ചിരിക്കുന്നു അറിയില്ല. അത് പിന്നെ ഇങ്ങനത്തെ ഇതാ ലോപബുദ്ധ. വിദ്യക്ക് ഗിഫ്റ്റ് കിട്ടിയത്. നല്ല തിരക്കുണ്ട് കടകളൊക്കെ. ശംഖാണ് പ്രധാനമായിട്ട്. ശംഖിൻ്റെ എല്ലാം കണ്ടോ? വലിയ വലിയ ശംഖ് വരെ ഉണ്ട്. ഇതാ ബിഗ് ശംഖ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട്. കട നിറയെ തിരക്കുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. കണ്ടോ ഹാങ്ങിങ് കണ്ടോ? അതാ ഇങ്ങനത്തെയൊക്കെയാണ് ഹാങ്ങിങ്സ് സാധനങ്ങളൊക്കെ.
കണ്ണാടി പൊട്ട് വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ടോ. ഈ കടയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. മിററിൻ്റെ വർക്ക്സ് ഉണ്ട്. ഇതാ കണ്ടമാനം സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, കൂടകൾ കണ്ടോ. ഇത് എവ്വളോങ്ക കൂട? இது இதா 250 இது 200 இது 180 இது பூரா டபுள் வர்க் பூராமே இது 200 ஆ 200 இது இது 250 இது 350 இது எல்லாமே டபுள் வர்க் அத பத்தில டபுள் வர்க்னா என்னது அர்த்தம்? ஜமா சிங்கிள் வர்க்னா இந்த இருக்கு பாரு. இது சிங்கிள் வர்க் இது சிங்கிள் அப்படி ஓகே. இது காமிங்க. இது வேற கலர் வேணா உள்ள இருக்கு. പെരുസില് ഈ കൊട്ടയെടുത്തു, ഒരു കൊട്ട, ഈ പച്ചക്കൊട്ടയെടുത്തു. 200 റുപ്പീസാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ. ഇങ്ങനെ ഭസ്മം, ദൈവത്തിൻ്റെ പൂജാ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും. കണ്ടോ, വളകളൊക്കെ കണ്ടോ. ഇതൊക്കെ മറ്റേ ശംഖ് വളയിലാണ് ഇതൊക്കെ. ശംഖ് വളയിൽ വലംപിരി ശംഖ് ചിന്നതാ. അത് എവ്വളോ? അത് இது 200ல இருக்கு. பெருசா விட 900ல இருக்கு. ஆனா நேச்சுரலா உள்ளது. ഇത് 900 റുപ്പീസ് എന്നാ പറയണേ ഇതിന്. ഇത് 900. ചിന്നത് 200 ആ? ஆமா அதா இருக்குல. இது 900. எப்படி வலம்பிரின்னு தெரியும் நம்மளுக்கு? வலம்பிரி கையில ரைட் சைடு பிடிச்சா வலம்பிரி. வலம்பிரி சார் புரியுது சார். அது வலம்பிரி. റൈറ്റ് സൈഡ് പിടിച്ചാൽ വലംപിരി. ഇത് ഇടംപിരി. ഇടത് കൈയിൽ. അപ്പോൾ ഇടത് കൈ പിടിച്ചത്. ഇപ്പോൾ വലംപിരി ശങ്ക നല്ലത്. ஆசிட்ல போட்டது விட அந்த ஆசிட்ல போட்டது இதான். இது ஆசிட்ல போட்டது. இது 700 தான் வரும். ஒன்றும் ஆகாது. இது 900 நேச்சுரலா உள்ளது. ரேகையோட இருக்கு. கை ரேகை மாதிரி அப்படியே ரேகையோட இருக்கு. ഓക്കെ. ഇടംപിരി ശങ്ക. ശരി, വേണ്ട, അത് പോതും. அபிஷேகத்துக்கு உள்ளது. இது ஊருக்கு மட்டும். இது அபிஷேகம் மட்டும். சின்ன வேணா 200ல இருக்கு. அதே மாதிரி. ஆமா. കലക്കണം. இதுல விலை குறைச்சு உள்ள அந்த 500. അടിപൊളിയായിരുന്നു. அப்படியே சவுண்டு கேட்கும். நல்லா இருக்கு. வீட்டில் வச்சுன்னா அவ்வளோ. இது ஜோதிலிங்கம். படிக்கும். படிக்கும். கிளாஸ் கிடையாது. படிக்கிறது கிளாஸ்ல இது வராது. வெளிச்சம் பிரைட் வராது. இதெல்லாம் என்ன இந்த இது வந்து ஃபிஷ் பாக்ஸில் போட்டு மீன் தொட்டியில் போட்டுருங்க. இது எவ்வளோ பேக்கெட்டு? இது 100 ரூபா, இது 60 ரூபா. இந்த இதுக்கு ஃபுல்லு 100 ரூபா, இது 60 ரூபா. இது நைட்டில் இல்லை. ഇത് എടുത്തിട്ട് அப்படி இந்த நீங்கள் உள்ளே வைங்க. இது பாக்ஸ் இருக்குது. இது உள்ளே வச்சுக்கோங்க. ഇത് 22 തീർക്കാൻ இருக்கும். ഇവിടെയും കുറേ സാധനങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സാധനങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഗിഫ്റ്റ് കടകൾ ഇവിടെ അവസാനിച്ചു. പിന്നെ ഇത് പുറത്തേക്ക് പോണ വഴി. അങ്ങനെ 4 പുറത്തേക്ക് പോണ വഴികളുണ്ട് ഇവിടെ. നമുക്ക് മാലകളൊക്കെ, ശംഖിൻ്റെ കീ ചെയിൻസ് നിറയുണ്ട്. വലംപിരി ശംഖ്, ഇടംപിരി ശംഖ്, ശംഖിൻ്റെ കീ ചെയിൻ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. അമ്പലം നല്ല ദർശനമായിരുന്നു. ഞങ്ങൾ ദർശനത്തിൽ പോയ സമയത്ത് തന്നെ നല്ല ദർശനം. ഇത് കണ്ടോ, ഇവിടെ എല്ലാ കൊത്തുപണികളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാ കൊത്തുപണികളുണ്ടോ, ഗംഭീരമാണ്. ഇവിടെ ഇങ്ങനെ ഇവിടെയും പൂജൻ്റെ വെച്ചിട്ടുണ്ട്. വിഘ്നേശ്വരനാണ്. ഇവിടെയും വിഘ്നേശ്വരൻ. എല്ലാവിടെയും വിഘ്നേശ്വരനെ തൊഴുതിട്ട്. ഇത് ശ്രീ മുരുകൻ. ഇത് മുരുകൻ, അത് വിഘ്നേശ്വരൻ. രണ്ടാളാണ് കവാടത്ത് കാവൽ പോലെ. ഭഗവാൻ അച്ഛനല്ലേ, ശിവഭഗവാൻ അച്ഛനായതുകൊണ്ട് 2 മക്കളും. ഇതൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടെല്ലാം. ഗംഭീരമായിട്ടുണ്ട്. നല്ല ഭക്തരുണ്ട്. മോളൊക്കെ കണ്ടോ, ഗംഭീരം. വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഭക്തി നിർഭരമായ ഒരു അമ്പലം, രാമേശ്വരം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ഇങ്ങനെ ഓരോന്ന് മെച്ചപ്പെട്ടത് ഇങ്ങനെയുണ്ട് കണ്ടോ. ഭഗവാൻ ഞാൻ അകത്തൊരു ദൃഷ്ടിയുണ്ട്. കൂടെ കാണട്ടെ കേട്ടോ. പ്രധാനമായിട്ട് നമ്മൾ ആഞ്ജനേയർ ഷ്രൈനുണ്ട്. ആഞ്ജനേയൻ്റെയും അതുപോലെ 16 അടി നീളമുള്ള ആഞ്ജനേയനാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ.
അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. വശം കണ്ട പണി നടക്കാണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിനി ഇതിങ്ങനെ ഒരു ബഗ്ഗിയിലിരുന്നിട്ട്, എന്താ ബഗ്ഗിയാണിത്, ഇതിലിരുന്നിട്ട് ഈ 4 ഗോപുരം കാണാൻ പറ്റുന്ന പറയുന്നത്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഒന്നിച്ച് നടന്ന് കാണേണ്ടത് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ ബഗ്ഗിയിൽ പോയാൽ നമുക്ക് മനസ്സിലാവും. ഇതുണ്ട് ബഗ്ഗിയാണത്, അതിൽ ചെയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ബഗ്ഗിയിലിരുന്ന് ചുറ്റും പോവാണ് കേട്ടോ. 4 ഗോപുരത്തിൻ്റെ ചുറ്റും, അമ്പലത്തിൻ്റെ ചുറ്റും. ഇത് ഗോപുരം. ഇത് ഗോപുരമാണ്. ഗോപുരം സൗത്ത് ഗേറ്റ്. ഇതാണ് സൗത്ത് ഗേറ്റ് ഗോപുരം. സൗത്ത് ഗേറ്റ് 4 ഗോപുരത്തിൽ ഇത് സൗത്ത് അല്ലേ? ഓക്കെ. സൗത്ത് വേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ കൂടെ ഇതാ ഇങ്ങനെ സൗത്ത് വയ്ക്കും. ഇതിൽ കൂടെ പോകുമ്പോഴാണ് നന്ദിയെ കാണാൻ പറ്റുക അല്ലേ? നമ്മൾ നന്ദിയെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചുറ്റി ഇത് ഒരു വലിയ റൗണ്ട് ചുറ്റണം. നിറയെ കടകളുണ്ട് കേട്ടോ. കച്ചവട കടകൾ നിറയെ കടകൾ. ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. വലിയ കത്തി വലിയൊന്നുമല്ല. നമ്മൾ വേറെ നോർത്തിലൊക്കെ പോയി നോക്കും, അത്ര കത്തിയൊന്നുമില്ല കേട്ടോ. കച്ചവടങ്ങളുണ്ട്. സാരി കച്ചവടം, അതാ സാരിയൊക്കെ ഉണ്ട് നിറയെ. തോർത്ത്, നിറയെ ഹോട്ടൽസ് ഉണ്ട്. ചെറിയ ചെറിയ ഹോട്ടൽസ്, ഹോട്ടൽ പാണ്ഡ്യാസ്. വഴിയോരോ കച്ചവടത്തിൽ നല്ല തിരക്കാണ് കേട്ടോ ആൾക്കാർ. മെയിൻലി ഇപ്പം ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ബാഗുകൾ, നമുക്ക് കടല വറുക്കുന്നു, പോപ്കോൺ, മാർവാടി ദബ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റും. നടന്ന് നമ്മൾ വരുമ്പോഴേക്കും ഒരുവിധം ആവും. ഇതാകുമ്പോൾ ബഗ്ഗിയിൽ പോയാൽ എല്ലാം കാണാൻ പറ്റും. ഇത് പടിഞ്ഞാറേ നട. ഇതുണ്ട് ഗോപുരം. വെസ്റ്റ് ഗേറ്റ്, പടിഞ്ഞാറേ നട. ശിവ നമ്മളിതിൽ കൂടെ അല്ലേ വന്ന പടിഞ്ഞാറേ നട. വെസ്റ്റ് ടവർ എന്താ ഇതിൽ കൂടെ അമ്പലത്തേക്ക് ഇങ്ങനെ പ്രവേശിച്ചു. കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. പടിഞ്ഞാറ് ഇവിടെ മുകളിലൊരു ഭഗവാനുണ്ട്. വിനായകരാണ്. വിനായകരുടെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഗോപുരങ്ങൾ വെച്ചിട്ട് നടുവിൽ ഭഗവാന്റെ വലിയ ഗോപുരം, വലിയ ഇതല്ലേ ഗോപുരം. ഇതാണ് നമ്മൾ ഈസ്റ്റ്. ഇതല്ല ഈസ്റ്റ്. അത് നോർത്ത്. കണ്ടോ തെറ്റിച്ചു. അതാണ് നോർത്ത്. അപ്പം എന്നിട്ട് കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഭഗവാന്റെ ഗോപുരം. ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല. നല്ലോണം കാണുന്ന വലിയ ഗോപുരം. ഇതുണ്ടോ ഭഗവാന്റെ ഗോപുരം. ഇനിയാണ് ഈസ്റ്റ് നട, കിഴക്കേ നട അല്ലേ? ഈ നടയിൽ കൂടെയാണ് ഞങ്ങൾ എൻ്റർ ചെയ്തത്. ഇനി ഞങ്ങൾ പുറത്ത് കിടക്കുന്നതും ഈ എൻ്ററിൽ കൂടെ. ഇവിടെ കുറേ ഏകദേശം എല്ലാം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. ഈ ഭാഗം ഫുള്ള് നമ്മളിരിക്കുന്ന ഹോട്ടൽസ് എല്ലാം വെജിറ്റേറിയനാണ്. നോൺ വെജിറ്റേറിയൻ്റെ വർത്തമാനേ ഇല്ല. എല്ലാം വെജിറ്റേറിയനാണ്. ഭഗവാന്റെ അനുഗ്രഹം. പണി നടന്നുകൊണ്ടിരിക്കുക കണ്ടോ. ഇതാണ് ഈസ്റ്റ് നട. ഈസ്റ്റ് നടയിലാണ് ഇപ്പോൾ പണി നടക്കുന്നത്. ഓക്കെ, ശരി. അങ്ങനെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇപ്പോഴും രാമേശ്വരം തന്നെയാണ്. രാമേശ്വരം ടെമ്പിൾ അതാ നമുക്ക് കാണാം. ഇത് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോഴാണ്. ഇതുണ്ടോ അമ്പലത്തിൻ്റെ ഒരു ഗോപുരം. നമ്മൾ വീഡിയോയിൽ ഇന്നലെ കണ്ടല്ലോ കുറേ. 4 ഗോപുരങ്ങളാണ്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പോൾ ഇത് ഒരു അമ്പലമാണ്, ഒരു ഗോപുരം. അങ്ങനെ 4 ഗോപുരങ്ങളുടെ ഇടയിലാണ് ശിവഭഗവാൻ ഇരിക്കുന്നത്. നല്ല ആംബിയൻസ്, പച്ചപ്പുള്ള ആംബിയൻസ്. ഇന്ന് ബുഫേയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങണേ ഉള്ളൂ. ഞങ്ങൾക്ക് മധുരയ്ക്കും കൂടെ പോകാനുള്ളതുകൊണ്ടാണ് നേരത്തെ റെഡിയായത്. അപ്പം നല്ല
നല്ല അനുഭവമായിരുന്നു. ഇന്നലെ അയ്യപ്പന്മാരുണ്ടെങ്കിൽ പോലും ഭയങ്കര തിരക്ക് കുറവായിരുന്നു. രാമേശ്വരം അടിപൊളിയായി കാണാൻ പറ്റി, നല്ല ദർശനമായിരുന്നു. അഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് കൂടുതൽ. ഇനി മധുരയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ വിശേഷം ഷെയർ ചെയ്യാം. ഇന്നലെ ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇവിടുത്തെ ഹോട്ടലിലെ ലഞ്ച് കാരണം കുറച്ച് തിരക്കിപ്പെട്ടു. ടിഷ്യൂസ് മാറ്റാം. ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ടർ വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പപ്പായ പറഞ്ഞു പറയാം. ഓരോ മോർണിംഗ് എണീച്ചിട്ട് പപ്പായ. ഓക്കെ, ഇന്നോടൊന്ന് കാണിക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ആദ്യം ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് വിത്ത് ബട്ടർ ആൻഡ് ജാം. പക്ഷേ ബട്ടർ എടുത്തപ്പോൾ അവരിങ്ങനെ കൊണ്ടുവന്ന് തന്നാണ്. അവർ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് ബ്രെഡ് ആൻഡ് ബട്ടർ. ഇഡ്ഡലി ഉണ്ട്, പൂരി, കേസരി ബാത്ത്, അത്ര എടുത്തുള്ളൂ. ഓൾറെഡി ബ്രെഡ് കഴിച്ചു, അപ്പം മതി. അതൊക്കെയായിരുന്നു കഴിക്കാം. ചായ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വെജിറ്റേറിയൻ ഉണ്ടാകും. കാരണം ഇവിടെ ക്ഷേത്രം ഉള്ളതുകൊണ്ട് നോൺ വെജിറ്റേറിയൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. നല്ല കാര്യമാണ്. ഇനി നേരെ ട്രാവൽ ടു മധുര മീനാക്ഷി ക്ഷേത്രം. നേരത്തെ ഇറങ്ങണം, കാരണം എന്താ വെച്ചാൽ 12:30 അവിടെ ക്ലോസ് ചെയ്യും. മുമ്പ് നമുക്ക് പോകണം. ഓക്കെ, സി യു ഇൻ മധുര.